നമ്മള് പ്രസിദ്ധ പ്രഭാഷകനായിരുന്ന സുകുമാർ അഴീക്കോടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും എല്ലാവരും. അദ്ദേഹം ഒരിക്കൽ കോളേജിൽ ഒരു പ്രഭാഷണത്തിന് വന്നു. അന്ന് പറഞ്ഞൊരു കഥ ഓർക്കുകയാണ്. അദ്ദേഹം ഒരു യോഗത്തിന് പോയി. അവിടുത്തെ സ്വാഗത പ്രസംഗകൻ 3/4 മണിക്കൂർ പ്രസംഗിച്ചിട്ടും തീരാതെ വന്നപ്പോൾ അധ്യക്ഷൻ ഒരു കുറിപ്പ് കൊടുത്തു, സ്വാഗത പ്രസംഗം ചുരുക്കണം എന്ന്. അപ്പോൾ സ്വാഗത പ്രസംഗകൻ തിരിഞ്ഞു നിന്ന് അധ്യക്ഷനെ നോക്കി സദസ്യരോട് പറഞ്ഞു, എന്റെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. നടന്ന സംഭവമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഈ കഥ പറയാൻ കാരണം, ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെടുവാറ്, ഇന്നും ഞാൻ 137 സങ്കീർത്തനം തന്നെയാണ് എടുക്കുന്നത്. ഈ സങ്കീർത്തനത്തിലെ പ്രധാന ഭാഗങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച 137 സങ്കീർത്തനത്തെ കുറിച്ച് ഒരു ആകാശ ദർശനം നമുക്ക് ലഭിച്ചു. അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചു. അതിന്റെ വചനത്തിലൂടെ വന്ന ദൂത് ഭാഗികമായി നാം കേൾക്കുകയുണ്ടായി. എന്നാൽ ഈ സങ്കീർത്തനം ആഴത്തിൽ നാം പഠിക്കുമ്പോൾ ആഴത്തിലുള്ള ചില ചിന്തകൾ കൂടി കർത്താവ് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. വചനമെല്ലാം അങ്ങനെയാണല്ലോ. ആഴത്തിൽ കടയുമ്പോൾ പിന്നെയും നമുക്ക് തിരുമധുരം കിട്ടിക്കൊണ്ടേയിരിക്കും. ആ കടച്ചിൽ പലപ്പോഴും നടത്തുവാൻ നാം തയ്യാറാവാറില്ല. ബാഹ്യതലങ്ങളിലൂടെ യാത്ര ചെയ്തു പോവുകയാണ് ചെയ്യുക. എന്നാൽ ആഴത്തിൽ കടഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വിശിഷ്ടമായ തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമായ വചനത്തിന്റെ സന്ദേശങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തെ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില ദർശനങ്ങൾ കൂടി, ദൂതുകൾ കൂടെ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കിടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സങ്കീർത്തനം നാം വായിച്ചു വരുമ്പോൾ നാം കഴിഞ്ഞ ആഴ്ച ഊന്നി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ എന്ന്. ബാബിലോണ്യ നിവാസികൾ, അവിടുത്തെ സമ്പന്നരായ ആൾക്കാർ, പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ബാബിലോണിൽ അടിമകളായി പിടിക്കപ്പെട്ടവർ. അടിമത്തത്തെയാണ് പ്രവാസം എന്ന് ആ കാലഘട്ടങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്ത് നിന്ന്, സ്വന്തം ദേശത്ത് നിന്ന് മറ്റു ദേശങ്ങളിൽ പോയി പാർക്കുന്നവരെ പൊതുവായി പറയുന്ന ഒരു പ്രയോഗമാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. അവിടെ അടിമത്തം സൂചനയില്ല. അമേരിക്കയിൽ ജീവിക്കുന്ന ഞാൻ പ്രവാസിയാണ്, ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നവർ പ്രവാസികളാണ്, കേരളം വിട്ട് എവിടെ ജീവിച്ചാലും അവരൊക്കെ പ്രവാസികളാണ് ഇന്ന്. പക്ഷെ അവരാരും അടിമകളാണ് എന്ന് പറയുന്നില്ല. എന്നാൽ പഴയ കാലത്ത് പ്രവാസം, എക്സൈൽ എന്ന് പറയുന്നത് അടിമത്തത്തോട് ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ്. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ, മിസ്രൈമിൽ അടിമകളായിട്ട് പോയതല്ല. വാസ്തവത്തിൽ അവര് ജോസഫിന്റെ പിതാവും സഹോദരങ്ങളും എന്നുള്ള വലിയ പ്രിവിലേജോട് കൂടിയാണ് മിസ്രൈമിലേക്ക് പോയത്. 70 പേർ യാക്കോബിന്റെ മക്കളുമായി 70 പേർ
അന്ന് മിസ്രൈമിലേക്ക് പോയി. അവർ പ്രവാസികളായി പോയെങ്കിലും അവർ അടിമകളായിരുന്നില്ല. വലിയ രാജാവിന്റെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ വിശിഷ്ട അതിഥികളായിട്ടാണ് അന്ന് അവർ പോയത്. പിൽക്കാലത്ത് ജോസഫിനെ അറിയാത്ത ഫറവോന്മാർ നാട്ടിൽ വന്നപ്പോൾ, ഭരണകൂടത്തിൽ വന്നപ്പോൾ, ശക്തി വർദ്ധിച്ച ജനങ്ങളുടെ ജനപ്പെരുപ്പമുണ്ടായ ഇസ്രായേൽ മക്കൾ മിസ്രൈമർക്കെതിരായി തിരിയുമെന്ന് തോന്നിയപ്പോൾ അവരെ അടിമകളെ പോലെ പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അടിമത്വം അവിടെ ആരംഭിച്ചത്. അവർ പിന്നീട് അടിമകളായി മാറി. അപ്പോൾ ആ പ്രവാസ ഭൂമിയിലെ ബാബിലോണിയ നിവാസികൾ അടിമകളായിട്ടാണ് പോയത്, പിടിക്കപ്പെട്ടവർ പോയത്. അവരോടാണ് സിയോൻ ഗീതം ചോദിച്ചത്. അപ്പോൾ അവർ, ഞങ്ങൾ സിയോന്റെ ഗീതം അന്യദേശത്ത് പാടില്ല എന്ന് പറഞ്ഞ് അവര് ചെയ്യേണ്ടിയിരുന്ന ഏറ്റവും ധന്യമായ ശ്രേഷ്ഠമായ ഒരു കർമ്മത്തിൽ നിന്ന്, ശുശ്രൂഷയിൽ നിന്ന് അവർ പിന്മാറി. വാസ്തവത്തിൽ ഇസ്രായേൽ മക്കളുടെ ഒരു പരാജയമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ബാബിലോണിയ പ്രവാസികൾ ഏത് വിധത്തിൽ ചോദിച്ചാലും സിയോൻ ഗീതം ഒന്ന് പാടിക്കൊടുത്ത സന്തോഷം അവരെ ഒന്ന് അറിയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് സിയോന്റെ മക്കൾ. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു എന്നുള്ളത് ഇസ്രായേൽ മക്കളുടെ പ്രവാസ ജീവിതത്തിലെ ഒരു പരാജയമാണ് വാസ്തവത്തിൽ. അതുകൊണ്ട് ആ ഒരു വാക്യത്തെ ആധാരമാക്കി മറ്റു ചില മേഖലകളിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾ സിയോന്റെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ 3 തരത്തിലുള്ള ആൾക്കാരെ ബാബിലോണിൽ നമുക്ക് കാണുവാൻ പറ്റും. ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് പാട്ട് അറിയാത്തവരായ ഒരു സമൂഹം അന്ന് ബാബിലോണിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, 70 വർഷത്തെ പ്രവാസമാണ്. തലമുറകൾ 2-3 കഴിയാറായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ ചെന്നതിന് ശേഷം ജനിച്ചവർ 10, 20, 25 വയസ്സൊക്കെ ആയ ചെറുപ്പക്കാർ എന്ന നാട്ടിലുണ്ട്. അവര് പ്രവാസത്തിന്റെ എല്ലാ വേദനകളും അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. പ്രവാസത്തെ ശപിക്കുന്നവരാണ് അവർ. എന്തിനാണ് അന്യദേശത്ത് വന്നിങ്ങനെ കിടക്കുന്നത് എന്നോർത്ത് വേദനിക്കുന്നവരാണ്. യെരുശലേമിനെ കാണാത്തവരാണ്. ഒരു പുതിയ തലമുറ ബാബിലോണ്യ സംസ്കാരത്തിൽ ലയിച്ചു ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറ. യെരുശലേം കണ്ടിട്ടില്ലാത്തവർ, യെരുശലേമിനെ കുറിച്ച് കേട്ടുകേൾവി മാത്രമുള്ളവർ. അതുകൊണ്ട് കാണുന്ന സംസ്കാരത്തിൽ വിലയിക്കുവാൻ അവരാഗ്രഹിച്ചു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും പിതാക്കന്മാരുടെ ചിന്തകളെയൊക്കെ പുച്ഛിക്കുന്ന ഒരു തലമുറയായിരുന്നു അത്. പിതാക്കന്മാരെ തരം താഴ്ത്തി കാണുന്നവർ, അടിമകളായി വന്ന് കിടക്കുന്ന പിതാക്കന്മാർ, അവർ ജീവിക്കുന്ന ബാബിലോണ്യ സംസ്കാരത്തിന്റെ മുമ്പിൽ അവരുടെ പിതാക്കന്മാർ ഏതുമല്ല എന്നവർ ചിന്തിച്ചു. പഴമയെ പുച്ഛിച്ചുകൊണ്ട് പുതുമയെ വരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയായിട്ട് ഈ പുതിയ തലമുറയെ കാണുവാൻ നമുക്ക് കഴിയും. നശിച്ചു പോകുന്ന ഒരു തലമുറ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ കുറിച്ച് പറയാം. അവർക്ക് ഈ സിയോൻ ഗീതമൊന്നും അറിഞ്ഞുകൂടാ. അത് കേൾക്കുന്നവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ അമേരിക്കയിലൊക്കെ ജീവിക്കുന്നവർ, ഇവിടുത്തെ കുഞ്ഞുങ്ങളോട് മാതാപിതാക്കൾ അവരുടെ പഴയകാല കഷ്ടതയെക്കുറിച്ചും നാട്ടിലുണ്ടായിരുന്ന സ്ട്രഗിളിങ്ങിനെ കുറിച്ചും സ്ട്രൈവിങ്ങിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ പുച്ഛത്തോടു കൂടിയാണ് യുവതലമുറ കേൾക്കുന്നത്. എന്തിനാ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും അവർ. അപ്പോ ആ വിധത്തിൽ പുതുമയെ പുൽകുവാൻ ആവേശത്തോടുകൂടെ ജീവിക്കുന്ന ഒരു തലമുറയ്ക്ക് പഴമയുടെ എല്ലാറ്റിനോടും വെറുപ്പാണ്. അതുകൊണ്ട് ഈ ബാബിലോണിൽ ജീവിക്കുന്ന ഈ പുതിയ തലമുറയിൽപ്പെട്ട യുവജനങ്ങൾക്ക് സിയോൻ ഗീതങ്ങൾ ഒരു ആവേശമല്ല. അവരത് പഠിച്ചിട്ടില്ല, അവർക്കതിൽ താല്പര്യമില്ല. അതിനെ അവഗണിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് നമുക്ക് അവരെ കാണാൻ പറ്റുന്നത്. അപ്പൊ അവർ ബാബിലോണിന്റെ സംസ്കൃതിയിൽ
ആഹ്ലാദിക്കുകയും അതിൽ വിലയിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വർഗമായതുകൊണ്ട് they will never sing the song of Zion. അവർ സിയോന്റെ ഗീതം ഒരിക്കലും പാടുന്നവരല്ല. ആധുനിക മാസ്മരികതയിൽ ലയിച്ചു പോകുന്ന ഒരു വർഗം കുടുംബത്തോടോ കുടുംബ ബന്ധങ്ങളോടോ പഴയ പാരമ്പര്യങ്ങളോടോ ആത്മീയതയോടോ ഒന്നും താല്പര്യമില്ലാത്ത ഒരു തലമുറ. നാട്ടിൽ ജീവിക്കുന്ന യുവജനങ്ങൾ പ്രവാസികൾ അല്ലെങ്കിൽ പോലും ഈ പാരമ്പര്യങ്ങളെ പുച്ഛത്തോടുകൂടെ നോക്കുന്നവരാണ്. മാതാപിതാക്കളുടെ ആത്മീയതയെ അപഹസിക്കുന്നവരാണ് പല യുവജനങ്ങളും. ദൈവത്തെ ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ പുച്ഛിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ തലമുറയിൽ ഭൂരിപക്ഷവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരം ഒരു വിഭാഗം ജനങ്ങൾ ബാബിലോണിലും ഉണ്ടായിരുന്നു, യുവതലമുറയിൽ. ദ സെക്കൻഡ് ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മൈഗ്രന്റ് ജനറേഷൻ അല്ല, അവരിൽ നിന്ന് ജനിക്കുന്ന മക്കൾ ഫസ്റ്റ് മൈഗ്രൻസിൽ നിന്നും ജനിക്കുന്നവരാണ് ആദ്യത്തെ തലമുറ എന്ന് പറയുന്നത്. ആ ആദ്യത്തെ തലമുറയിൽ പെടുന്ന യുവജനങ്ങൾ മാതാപിതാക്കളുടെ പാരമ്പര്യങ്ങളെയും അവരുടെ നാടിന്റെ മഹത്വത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്നവരാണ്. ബാബിലോണിലും അത് തന്നെയാണ് സംഭവിച്ചത്. എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനത്തെ തൊട്ട് മുമ്പത്തെ തലമുറയായിട്ട് ഇങ്ങനെ ഒരു കമ്പാരിസൺ വരാൻ സാധ്യതയുണ്ടോ? എല്ലാ തലമുറയിലുമുണ്ട്. അത് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് മാത്രമേ ഉള്ളൂ എന്ന്. പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും ഒക്കെ കാലഘട്ടങ്ങളിൽ അവര് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. യുവജനങ്ങൾ പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഈ തരത്തിൽ ഒരു പോളറൈസേഷൻ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. പഴയവരും പുതിയവരും എന്നുള്ള ഒരു ചിന്ത, പഴയതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന, പഴയതിനെ വിമർശിക്കുന്ന, അപഹസിക്കുന്ന ഒരു പുതിയ തലമുറയെ എല്ലാ കാലഘട്ടത്തിലും കാണുവാൻ കഴിയും. അപ്പൊ BC നൂറ്റാണ്ടുകളിൽ, BC 4, 5, 6 നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ചിരുന്നവരാണ് ഈ പറഞ്ഞ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ തന്നെ. അപ്പൊ അവരുടെ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു. എന്തിനെ നമ്മുടെ മാർട്ടിൻ ലൂതറിന്റെ കാലഘട്ടത്തിൽ AD 500 നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അന്നും ഇതുണ്ടായിരുന്നു. അദ്ദേഹവും അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. യുവതലമുറയ്ക്ക് ആത്മീയ താല്പര്യമില്ല, പാരമ്പര്യങ്ങളോട് വിശ്വാസമില്ല, പ്രായമുള്ളവരെ ബഹുമാനമില്ല, ആദരിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹവും പരാതി പറഞ്ഞു. എല്ലാ കാലഘട്ടത്തിലും ഈ വലിയ വിടവ്, തലമുറകൾ തമ്മിലുള്ള ഈ വിടവ്, നമുക്ക് അപകടകരമായ വിടവ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ബാബിലോണിലും അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവർ ഈ കൂട്ടത്തിൽ ഇരുന്നാൽ അവരോടാണ് ചോദിക്കുന്നതെങ്കിൽ പറയും, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു പാട്ടുണ്ടോന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതൊക്കെ മറ്റുള്ളവർക്ക് അറിയാം, ഞങ്ങൾക്ക് അത് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പുച്ഛത്തോടുകൂടി അവഹേളിക്കുന്ന ഒരു വിഭാഗം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ പറയും, ഞങ്ങൾ സിയോന്റെ ഗീതം അറിയാത്തവരാണ്, ഞങ്ങൾ അത് പാടില്ല, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയും. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ദൈവത്തിങ്കിലെ സന്തോഷം തിരിച്ചറിയാത്ത, ആത്മീക ആനന്ദം തിരിച്ചറിയാത്ത, ആത്മീക സംസർഗത്തിന്റെ, ദൈവിക സംസർഗത്തിലെ സബ്ലിമേഷൻ, ആ നിർവൃതി തിരിച്ചറിയാത്ത എത്രയോ ലക്ഷോപലക്ഷം ചെറുപ്പക്കാർ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നുണ്ട്. അവർക്കിതിലൊന്നും താല്പര്യമില്ല. അവരിതിനെ പൂർണ്ണമായി നിരാകരിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ബാബിലോണിലും അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കണം. ദൈവത്തിൽ ആശ്രയിക്കാത്ത, ദൈവിക സന്തോഷം തിരിച്ചറിയാത്ത ഒരു സമൂഹം. രണ്ടാമത്തെ സമൂഹം, ഇതിന്റെ പിന്നണിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവർക്ക് ദേ നോ ദ സോങ് ഓഫ് സയോൺ, അവർക്ക് സിയോന്റെ ഗീതം അറിയാം, പക്ഷേ അവർ പാടില്ല. അവർ അലരി വൃക്ഷങ്ങളിൽ തങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടുകൊണ്ട് ജീവിക്കുന്നവരെ, ആദർശത്തിന്റെ മറ പിടിക്കുന്നവർ, വൃഥാഭിമാനത്തിൽ
ഊറ്റം കൊള്ളുന്നവർ, പാരമ്പര്യങ്ങളെ തള്ളിപ്പറയാതെ അവയിൽ ആമഗ്നരായി ഇരുന്നു കൊണ്ട് അതിനെ ഓർത്ത് വിലപിക്കുന്നവർ, നഷ്ടബോധത്തിൽ നിരാശപ്പെടുന്ന ഒരു സമൂഹം, എല്ലാം പോയി ഇനി എന്ത് ബാക്കിയുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം, ദൈവത്തോട് ഒരുതരം മത്സരബുദ്ധി, ഒരുതരം വെറുപ്പ്, നീ ഞങ്ങളെ ഈ തരത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് ഷണ്ഠ കൂട്ടുന്ന, ഇസ്രായേൽ മക്കളെ പോലെ ഷണ്ഠ കൂട്ടുന്ന ഒരു ജനവിഭാഗം, ഇത്രയെല്ലാം വരുത്തിയ ദൈവത്തെ എങ്ങനെ ഞങ്ങൾ വാഴ്ത്തിപ്പാടും എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം. അതാണ് ഇവിടെ കാണുന്ന സിയോന്റെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെയെന്ന് പറയുന്ന ഈ വർഗം എന്ന്. അല്ലാതെ ഞങ്ങളുടെ പാട്ട്, രക്ഷയുടെ സംഗീതം ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, നിങ്ങൾക്ക് അത് കേൾക്കാൻ അർഹതയില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഒരു വിധത്തിൽ അവർ പറയുന്നത്. സിയോൻ ഗീതം എല്ലാവരെയും കേൾപ്പിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. ദൈവിക സന്തോഷം മറ്റുള്ളവർക്ക് പങ്കിടണം എന്നുള്ളതാണ് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതിന് പുറംതിരിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള അനുസരണക്കേടായിട്ട് നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കംപ്ലീറ്റ് ഒരുമാതിരി കംപ്ലേസൻസി, ഒരു എല്ലാത്തിനോടും ഉള്ള ഒരു വിരക്തി സൂക്ഷിക്കുന്ന ഒരു സമൂഹം. ആ സമൂഹമാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സമൂഹം. സിയോൻ ഗീതം ഞങ്ങൾ അന്യദേശത്ത് പാടുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്ന ഈ സമൂഹം അവരാണ്. പൂർണ്ണമായി ദൈവ ശുശ്രൂഷയോട് മുഖം തിരിഞ്ഞു നിൽക്കുവാൻ, ദൈവം അയച്ച ഈ ദൈവം അനുവദിച്ച ഈ പ്രവാസത്തോട് പൂർണ്ണമായി വിയോജിപ്പ് കാണിക്കുന്ന, എതിർപ്പ് കാണിക്കുന്ന ദൈവം ഇങ്ങനെയൊക്കെ വരുത്തിയല്ലോ, ഇതാണോ ദൈവത്തെ സ്നേഹിച്ചാൽ കിട്ടുന്ന അനന്തരഫലം എന്ന് ചോദിച്ചുകൊണ്ട് ദൈവിക സന്തോഷം മറ്റാർക്കും പങ്കിടാൻ തയ്യാറാവാത്ത ഒരു സമൂഹം. വി വിൽ നോട്ട് സിംഗ് ദ ലോർഡ് സോങ് ഇൻ. ഞങ്ങൾക്കറിയാം, പക്ഷേ വി വിൽ നോട്ട്, ഞങ്ങൾക്കറിയാമെങ്കിലും ഞങ്ങൾ അത് പാടില്ല എന്ന് പറയുന്ന ഒരു സമൂഹം. അതാണ് രണ്ടാമത്തെ സമൂഹം എന്ന് പറയുന്നത്. മൂന്നാമതൊരു സമൂഹത്തെ കുറിച്ച് ആഴത്തിൽ നമ്മൾ ഓർക്കണം. മൂന്നാമത്തെ സമൂഹം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കണം, ബാബിലോണിൽ പോയ സകല ആൾക്കാരും ഈ രണ്ട് വർഗത്തിൽ മാത്രം പെടുന്നവരാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. പാട്ടറിയാത്ത ഒരു സമൂഹത്തെ അവർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് ചിന്തിക്കരുത്. പാട്ടറിയാമെങ്കിലും പാടില്ല എന്ന് പറഞ്ഞ ഒരു സമൂഹം മാത്രമായിരുന്നില്ല ബാബിലോണിൽ ഉണ്ടായിരുന്നത്. പാട്ടുകൾ അറിയാമായിരുന്നു, പാട്ടുകൾ പാടിക്കൊണ്ടേയിരുന്നു, പിന്നെയും പിന്നെയും ഉച്ചത്തിൽ പാടിക്കൊണ്ടിരുന്ന ഒരു സമൂഹം ബാബിലോണിൽ അന്നുണ്ട്. അത് നമ്മൾ ഓർക്കണം. ബാബിലോണിൽ അത്തരം ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവരെ പലപ്പോഴും നാം കാണുന്നില്ല. അവരെ വേദപുസ്തക താളുകളിൽ അവിടെയായി നമുക്ക് കണ്ടെത്താൻ പറ്റും. ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അവരെ കാണാൻ പറ്റും. ഹഗായിയുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമുക്ക് അവരെ കാണാൻ പറ്റും. അങ്ങനെ പല പുസ്തകങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് അവിടെ കാണാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം ഉടനീളം വായിക്കുമ്പോൾ അവിടെ ബാബിലോണിൽ പാട്ടുപാടിയ ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റും. ആരൊക്കെയാണവർ പാടിയവർ? ദാനിയേൽ, ഹനന്യാവ്, മീശായേല്, അസറിയാവ്, അതങ്ങനെ ഒരു കൂട്ടർ. സെഖരിയാവ്, ഹഗായി, നെഹമ്യാവ്, എസ്ര. പട്ടിക നീളുകയാണ്. അനേക ദൈവദാസന്മാർ ആ കാലഘട്ടത്തിൽ ബാബിലോണിൽ ജീവിച്ചിരുന്നു. അവരെല്ലാം സിയോൻ ഗീതം പാടിക്കൊണ്ടേയിരുന്നവരാണവർ. ബാബിലോണ്യ അധികാരികളുടെ മുമ്പിൽ പോലും സിയോൻ ഗീതം വിസ്മരിക്കാതെ പാടിയവരും ഏറ്റുപറഞ്ഞവരുമാണവർ. എന്താണ് സിയോൻ ഗീതം പാടുക എന്ന് പറഞ്ഞാൽ? രക്ഷയെക്കുറിച്ച് സാക്ഷിക്കുക എന്നാണ്, ദൈവത്തെക്കുറിച്ച് സാക്ഷിക്കുക എന്നതാണ്, ദൈവനാമം മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ചെയ്തവരാണ് ദാനിയേലും, ഹനന്യാവും, മീശായേലും, അസറിയാവും, ഹഗായിയും, സെഖരിയാവും, എസെക്കിയേലും എല്ലാം. അത്തരമൊരു സമൂഹം ബാബിലോണിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം നാം വിസ്മരിക്കരുത്. എന്താണ് ദാനിയേലിന്റെ ഒക്കെ ചിത്രം? അവരെ പിടിക്കപ്പെട്ടു. 10, 16, 17 വയസ്സുള്ള പിള്ളേര്, ചെറുപ്പക്കാരായിട്ടാണ് അവരെ കൊണ്ടുപോയത്. പക്ഷേ അവർ യഹോവയായ ദൈവത്തിനെ സ്നേഹിച്ചവരാണ്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, രാജകീയ ഭക്ഷണം അവർക്ക് കൊടുക്കുവാൻ അവർ കൊട്ടാരത്തിൽ തയ്യാറായപ്പോൾ
ദാനിയേലും ഹനന്യാവും മീശായേലും അസറിയാവും എന്താ പറഞ്ഞവരോട്? അവര് തീരുമാനിച്ചു, രാജകീയ ഭക്ഷണം കൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല. ബാബിലോണിലെ രാജകീയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവരുടെ ദേവന്മാർക്ക് നിവേദിച്ചതിന് ശേഷം കൊണ്ടുവരുന്ന ഭക്ഷണമാണ്. അത് കഴിച്ചാൽ തങ്ങൾ അശുദ്ധരാകുമെന്നും തങ്ങളുടെ ദൈവത്തിന്റെ നാമം അശുദ്ധമാകുമെന്നും ചിന്തിച്ച് തീരുമാനിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജകീയ ഭക്ഷണം വേണ്ട. ആകപ്പാടെ പ്രശ്നമായി കൊട്ടാരത്തിൽ. രാജകീയ ഭക്ഷണം കഴിക്കാൻ തയ്യാറാകാത്ത എബ്രായ ബാലന്മാർ. അവർ അവസാനം അവിടുത്തെ പ്രധാന ആൾക്കാരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് കുറെ ദിവസത്തേക്ക് 10 ദിവസം എന്താണ് ശാകപദാർത്ഥവും പച്ചവെള്ളവും തരും. ശാകപദാർത്ഥം എന്ന് പറഞ്ഞാൽ വെറും പയറ് പുഴുങ്ങിയതും പച്ചവെള്ളവും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രാജകീയ ഭക്ഷണം വേണ്ട. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരവും രാജകീയ ഭക്ഷണം കഴിക്കുന്നവരുടെ ശരീരവും തമ്മിൽ തട്ടിച്ചു നോക്കാം, ആരുടെയാണ് അനുഗ്രഹിക്കപ്പെട്ടത്, പുഷ്ടിപ്പെട്ടത്, ശോഭിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ പരീക്ഷിച്ചു. അങ്ങനെ ശാകപദാർത്ഥവും പച്ചവെള്ളവും കഴിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ നാമത്തെ രാജകൊട്ടാരത്തിൽ ഉയർത്തിയവരാണ് ദാനിയേലും ഹനന്യാവും മീശായേലും അസറിയാവും. അത് നമ്മൾ ഓർക്കണം. രാജശക്തിയെ, ബാബിലോണിയ രാജകീയ ശക്തിയെ ചോദ്യം ചെയ്തു. രാജകൊട്ടാരത്തിനുള്ളിൽ ചോദ്യം ചെയ്തവർ, രാജകൊട്ടാരത്തിൽ അനുസരിക്കാതിരുന്നവർ, തങ്ങളുടെ ദൈവത്തിന്റെ നാമം ഉയർത്തിയവർ. They sang the song of Zion in a palace. ഒരു കൊട്ടാരത്തിൽ ദൈവത്തിന്റെ നാമം ഉയർത്തിയവരാണവർ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയും ഒരു സമൂഹം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് നോക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി കഥകളൊന്നും പറയുന്നില്ല. നിങ്ങൾ എസെക്കിയേൽ പ്രവചനം വായിക്കണം, ദാനിയേൽ പ്രവചനം വായിക്കണം. അവിടെയെല്ലാം എന്താ ഈ അത്ഭുതകരമായ കാര്യങ്ങളാണ് കാണുന്നത്. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം നാം വായിച്ചു വരുമ്പോൾ അവിടെ നാം കാണുന്നത് എന്താണ്? നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ 9 അടി പൊക്കവും 9 അടി വീതി ഉള്ള 9 വീതിയുമുള്ള ആ വലിയ സ്വർണബിംബം, ആ സ്വർണബിംബത്തിന്റെ മുമ്പിൽ ദൂരാസമഭൂമിയിൽ ആ സ്വർണബിംബത്തെ കൊണ്ട് നിർത്തി. എന്നിട്ട് സകല മാനവരും, അന്ന് ബാബിലോണിനെ പ്രവാസം, ബാബിലോണിയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വരെയുള്ള രാജ്യങ്ങൾ ആ കാലഘട്ടത്തിൽ ബാബിലോൺ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാമ്രാജ്യത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഈ കാഹളം, കുഴൽ, തമ്പുരു, വീണ, കിന്നരം തുടങ്ങിയിട്ടുള്ള വാദ്യോപകരണങ്ങൾ ഉയരുമ്പോൾ ദൂരാസമഭൂമിയിൽ നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ വീണ് നമസ്കരിക്കണം എന്നൊരു വിളംബരം നെബൂഖദ്നേസർ രാജാവ് പുറപ്പെടുവിച്ചു. പക്ഷേ ഹനന്യാവും മീശായേലും അസറിയാവും, നമ്മൾ അവരെ ആ പേരിൽ പലപ്പോഴും ഓർക്കാറില്ല. നമ്മൾ എപ്പോഴും പറയുന്നത് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നാണ്. ശദ്രക്കും മേശക്ക്, അബേദ്നെഗോ എന്നുള്ള പേര് ബാബിലോണിയർ കൊടുത്ത പേരാ. നമുക്കതാ ഇഷ്ടം. നമ്മൾ അവരുടെ എബ്രായ നാമം പലപ്പോഴും ഓർക്കാറില്ല. ഹനന്യാവ്, മീശായേൽ, അസറിയാവ്. ഞാൻ എപ്പോഴും അവരുടെ പേര് അങ്ങനെ പറയത്തുള്ളൂ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ബാബിലോണിയ നാമമാണ്. അത് അവർക്ക് അടിച്ചേൽപ്പിച്ച പേരാണ്. ആ അടിച്ചേൽപ്പിച്ച പേരിൽ അറിയപ്പെടാനാണ് പലർക്കും താല്പര്യം, പരിഷ്കൃത പേരുകൾ. എന്നാൽ ഹനന്യാവും മീശായേലും അസറിയാവ് എന്ന എബ്രായ നാമത്തിൽ അവരെ നമ്മൾ ഓർക്കണം. ആ ബാലന്മാർ പറഞ്ഞത് എന്താണ്? രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ല എങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ നിങ്ങൾ നമസ്കരിക്കില്ല. അവർ പറഞ്ഞത്, ബട്ട് ഈവൻ if he does not deliver us, even if he does not deliver us, ദൈവം ഞങ്ങളെ വിടുവിക്കുന്നില്ല എങ്കിലും we will not serve your God, we will not worship your statue. ഞങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കില്ല, ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കുകയുമില്ല. എന്താണ് പറഞ്ഞത്? എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പ്രയോഗമാണ്. even if he does not help us, അവൻ ഞങ്ങളെ സഹായിക്കുന്നില്ല എങ്കിലും. എത്ര വലിയ ദൈവവിശ്വാസമാണെന്ന് ഓർക്കണം. എന്തെല്ലാം ദൈവത്തിൽ നിന്ന് പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടായാലും we will not forget our God. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ മറക്കില്ല. ഒന്നാമത്തെ തലമുറ, അവിടുത്തെ ഫസ്റ്റ് ജനറേഷൻ ചെറുപ്പക്കാരുടെ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടെന്ന് ഓർക്കണം. രണ്ടാമത്തെ കൂട്ടർ,
ഞങ്ങൾക്ക് അറിയാമെങ്കിലും പാടില്ല എന്ന് പറയും. പക്ഷേ മൂന്നാമത്തെ കൂട്ടത്തിൽപ്പെട്ട ഹനന്യാവും മീശായേലും അസറിയാവും പറയുകയാണ്, ഞങ്ങളോട് ദൈവം കഠിനമായി പ്രവർത്തിച്ചാലും we will not forget our God. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ മറക്കില്ല. അതാണ് സിയോന്റെ ഗീതം, അതാണ് സിയോന്റെ സന്തോഷം, അതാണ് പാട്ട് പാടുന്നതിന്റെ ആ ഷെയറിങ്ങിന്റെ സന്തോഷം. ഹല്ലേലൂയ. ഹനന്യാവും മീശായേലും അസറിയാവും. ദാനിയേലിനെ സംബന്ധിച്ചോ, ദാനിയേല് വേറെ ആരോടും പ്രാർത്ഥിക്കരുത്, രാജാവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കാത്തവരെ സിംഹക്കുഴിയിൽ ഇടണം എന്ന് പറഞ്ഞപ്പോൾ ദാനിയേൽ എന്താ ചെയ്തത്? 80-ാമത്തെ വയസ്സിൽ, അന്ന് ചെറുപ്പക്കാരനല്ല ദാനിയേൽ, 80 വയസ്സായി ദാനിയേൽ ആ കാലഘട്ടത്തിലേക്ക്. ആ ദാനിയേൽ എന്താ, തന്റെ മുറിയിൽ ചെന്ന് യെരൂശലേമിലേക്കുള്ള, എനിക്ക് മനോഹരമായ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വാക്യമാണത്. The windows being open towards Jerusalem. യെരൂശലേമിന്റെ നേരെ തുറന്നിട്ടിരിക്കുന്ന ഒരു കിളിവാതിൽ. ഹല്ലേലൂയ. യെരൂശലേമിന്റെ നേരെ തുറന്നിട്ടിരിക്കുന്ന ഒരു കിളിവാതിൽ. അവിടേക്ക് നോക്കി യെരൂശലേമിനെ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേൽ കണ്ടു. രാജാവിന്റെ ചാരന്മാർ കണ്ടു. ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, രാജാവിനോടല്ല, അവന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് കണ്ടു. പക്ഷെ he prayed. അവൻ പ്രാർത്ഥിച്ചു. ആരെല്ലാം കണ്ടാലും അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വിൻഡോസ് ബീങ് ഓപ്പൺ ടുവേഴ്സ് ജെറുസലേം. യെരൂശലേമിനെ നേരെ തുറന്നിട്ടിരിക്കുന്ന കിളിവാതിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്ന ഒരു കിളിവാതിലുണ്ടോ? ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു കിളിവാതിൽ നിന്റെ കുടുംബത്തിൽ നീ തുറന്നിട്ടിട്ടുണ്ടോ? നിന്റെ സ്വകാര്യ ജീവിതത്തിൽ നീ തുറന്നിട്ടിട്ടുണ്ടോ? നിന്റെ സാമൂഹ്യ ജീവിതത്തിൽ നീ തുറന്നിട്ടിട്ടുണ്ടോ? നിന്റെ സഭാ ജീവിതത്തിൽ നിനക്ക് അങ്ങനെ തുറന്നിട്ട ഒരു കിളിവാതിലുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അത്തരം ഒരു കിളിവാതിൽ യഹോവയായ ദൈവം ആഗ്രഹിക്കുന്നു. വിൻഡോസ് ബീങ് ഓപ്പൺ ടുവേർഡ് ജെറുസലേം. അതാണ് ദാനിയേലിന്റെ പാട്ട്, ദാനിയേലിന്റെ സാക്ഷ്യം അതാണ്. സിയോന്റെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്ന സമൂഹത്തിന്റെ മധ്യത്തിലാണ് ദാനിയേൽ മുട്ടിന്മേൽ നിന്ന് യെരൂശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. അത്തരമൊരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് ഹനന്യാവും മീശായേലും അസറിയാവും പറയുന്നത്, അവൻ ഞങ്ങളെ സഹായിക്കുന്നില്ല, രക്ഷിക്കുന്നില്ല എങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന്. ദാറ്റ് ഈസ് the song of Zion. അതാണ് സിയോന്റെ ഗീതം. അത് പാടുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എസെക്കിയേൽ പ്രവാചകന്റെ കഥ എടുത്തു നോക്കൂ. എസെക്കിയേല് പുരോഹിതനും പ്രവാചകനുമായിരുന്നു. അത് ഈ ബാബിലോണിയ പ്രവാസത്തിൽ ഒരു ദുരന്ത കഥാപാത്രം എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകുന്ന, വേദനയോടുകൂടെ ഓർക്കുന്ന ഒരു കഥാപാത്രമാണ് എസെക്കിയേൽ. ഇസ്രായേൽ മക്കളോട് അവർ മറുതലിച്ചു നിന്നപ്പോഴും പ്രവചിച്ചു കൊണ്ടിരുന്ന, അവരെ ഉപദേശിച്ചു കൊണ്ടിരുന്ന, അവരുടെ കഷ്ടതയിൽ, അവരുടെ വേദനയിൽ അവരോട് പങ്കാളി ആയി തീർന്ന, അവര് ആറ് വെട്ടാൻ പോയപ്പോൾ അവരോടുകൂടെ ഈ കൂന്താലി എടുത്ത് അല്ലെങ്കിൽ മമ്മട്ടി എടുത്ത് പണിയെടുത്ത എസെക്കിയേൽ പ്രവാചകൻ. പക്ഷേ പ്രവാചകന് ബാബിലോണിൽ നിന്ന് സ്വന്തം മണ്ണിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ അവിടെ വെച്ച് മരിച്ചു പോയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു ദുരന്ത കഥാപാത്രമായി, വേദനയോടുകൂടെയാണ് ഞാൻ എസെക്കിയേലിനെ കുറിച്ച് ഓർക്കുന്നത്. കാരണം എസെക്കിയേൽ പ്രവാചകനെ ദൈവം ആദ്യമായി വിളിച്ചു, കേബാർ നദീ തീരത്തിരുന്നു കൊണ്ട് വിളിച്ചു. സൺ ഓഫ് മാൻ എന്നാ വിളിച്ചത്. സൺ ഓഫ് മാൻ. എസെക്കിയേലിനെ യഹോവയായ ദൈവം വിളിച്ചു പറഞ്ഞു. നിങ്ങൾ എസെക്കിയേൽ പ്രവചനത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങളൊക്കെ വായിക്കണം, പ്രത്യേകിച്ച് 3-ാം അധ്യായമൊക്കെ. സൺ ഓഫ് മാൻ, ഐ സെൻഡ് യു ടു ദ പീപ്പിൾ. എസെക്കിയേലിനെ വിളിച്ചു പറഞ്ഞു, സൺ ഓഫ് മാൻ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ജനത്തിന്റെ അടുക്കലേക്ക് അയക്കുന്നു. ഏത് ജനം? കേബാർ നദിയുടെ തീരത്ത്, ആഹവ നദിയുടെ തീരത്ത്, ഹിദ്ദക്കൽ നദിയുടെ തീരത്ത് മുട്ടിനിടയിൽ തലയിട്ടുകൊണ്ട് വിലപിച്ചു കഴിയുന്ന ഒരു സമൂഹത്തിന്റെ അടുക്കലേക്ക് നിന്നെ ഞാൻ അയക്കുകയാണ്. കിന്നരങ്ങളെ അലരി വൃക്ഷങ്ങളിൽ മേൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ജനത്തിന്റെ മധ്യത്തിലേക്ക് ഞാൻ നിന്നെ അയക്കുകയാണ്. ഗോ ടു ദ പീപ്പിൾ ആൻഡ് ടെൽ ദം. അവരോട് പറ, അവരോട് പ്രവചിക്ക്, അവരോട് ഉപദേശം, ദൈവത്തിന്റെ ആലോചന അവർക്ക് കൊടുക്ക് എന്ന് ദൈവം പറഞ്ഞിട്ട് ദൈവം തന്നെ പറയുകയാണ്. ബട്ട് ദേ വിൽ നോട്ട് ഹിയർ യു. എങ്കിലും അവർ നിന്നെ കേൾക്കുകയില്ല. അവരുടെ തല
നെറ്റിയൊക്കെ കഠിനമായി വജ്രം പോലെ ആയിപ്പോയിരിക്കുന്ന നെറ്റിയാണ്, ബുദ്ധിയാണ്. They will not hear you. അവർ നിന്നെ കേൾക്കുകയില്ല. Still I send you to the people. Hallelujah. നീ അവരുടെ അടുക്കലേക്ക് പോകണം. നീ പറയുന്നത് അവർ കേൾക്കില്ല എങ്കിലും നീ അവരോട് സംസാരിക്കണം. ഒന്ന് ഓർത്തു നോക്കിക്കേ, എത്ര ദയനീയമായ ഒരു അവസ്ഥയാണ് അത് വാസ്തവത്തിൽ. ഞാനിപ്പോ അടുത്ത് പോയി ഒന്ന് പ്രസംഗിക്കുകയാണ്, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ പ്രസംഗം ഇഷ്ടപ്പെടുന്നില്ലെന്നോ എന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്നോ ഒക്കെയല്ലേ അതിന്റെ ധർമ്മം. എനിക്കുണ്ടാകുന്ന മാനസിക വ്യഥയൊന്ന് ഓർത്തു നോക്കിയപ്പോൾ പാവം എസെക്കിയേൽ പ്രവാചകനെ യഹോവയായ ദൈവം ഹിദക്കൽ നദിയുടെ തീരത്തേക്ക്, ആഹവ നദിയുടെ തീരത്തേക്ക്, കേബാർ നദിയുടെ തീരത്തേക്ക് പറഞ്ഞു വിട്ടു, ആ ജനത്തോട് നീ സംസാരിക്കും. എന്നിട്ടൊരു മുന്നറിയിപ്പ് കൂടെ കൊടുക്കുകയാണ്, they will not hear you. അവർ നിന്നെ കേൾക്കുകയില്ല. Still he had to speak out. എങ്കിലും അവന് സംസാരിക്കണമായിരുന്നു. He went there, he spoke there. അവൻ അവിടെ പോയി, അവൻ സംസാരിച്ചു. അവരുടെ 70 വർഷത്തിന് ശേഷമുള്ള അവരുടെ വിടുതലിനെ കുറിച്ച് അവജ്ഞയോടുകൂടെ മാത്രം കേട്ട ഒരു സമൂഹം ഒരുപക്ഷെ എസെക്കിയേലിനോടും പറഞ്ഞു കാണും, we will not sing the Lord's song in a foreign land. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നില്ല. എസെക്കിയേലിന് യഹോവയായ ദൈവം ഒരു ദർശനം കാണിച്ചു കൊടുത്തു. യെരൂശലേമിന്റെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് ഒരു ദർശനം. പ്രവാസത്തിലേക്ക് വരുവാനുള്ള കാരണം ഇസ്രായേൽ മക്കളെ അറിയിച്ചു. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യം യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന 9-ാം അധ്യായം 10-ാം അധ്യായം ഒക്കെ വായിച്ചു വരുമ്പോൾ കാണാം, ആ ഉമ്മരപ്പടിയിൽ വന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ആ സാന്നിധ്യം അവിടെയൊക്കെ നമ്മൾ വായിച്ചു പോകണം. വാസ്തവത്തിൽ എസെക്കിയേൽ പ്രവചനം വായിക്കാതെ നമുക്കൊരു ദിവസം വേറെ ദിവസം എടുക്കാം. എസെക്കിയേൽ പ്രവചനം, ദൈവ സാന്നിധ്യം യെരൂശലേം ദേവാലയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഒലിവുമലയിൽ വന്നിരിക്കുന്ന ഒരു ദർശനമുണ്ട് അവിടെ. ആ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ സാന്നിധ്യം, കൃപ ദൈവമന്ദിരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ഓരോ ഇടത്തും തിരിഞ്ഞു നോക്കി ജനം അനുദമിക്കുന്നുണ്ടോ എന്ന് നോക്കി ഒരു സെക്കൻഡ്. വേദനയോടുകൂടെ നോക്കുന്ന ഒരു ദൈവ ദർശനം നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ തരത്തിൽ ദൈവത്തെ നിഷേധിച്ചത് കൊണ്ടാണ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന് എസെക്കിയേൽ പ്രവചനം ജനത്തെ അറിയിക്കുന്നുണ്ട്. ആ എസെക്കിയേൽ സിയോന്റെ ഗീതം അന്യദേശത്ത് പാടിയ മറ്റൊരു മനുഷ്യനാണ്. എസ്രാ പുരോഹിതനെ കുറിച്ച് പറയുമ്പോൾ, എസ്രാ പുരോഹിതൻ ആദ്യത്തെ കൂട്ടത്തിലും 2-ാമത്തെ കൂട്ടത്തിലും ഒന്നും ബാബിലോണിൽ നിന്നും വിടുവിക്കപ്പെട്ടയാളല്ല. 70 വർഷത്തിന് ശേഷമാണ് ഇസ്രായേൽ മക്കൾ ആദ്യത്തെ കൂട്ടര് ബാബിലോണിൽ നിന്ന് യെരൂശലേമിൽ വന്നതിന് ശേഷം 70 വർഷം കഴിഞ്ഞാണ് എസ്രാ പുരോഹിതൻ പറയുന്നത്. ആ കാലം അത്രയും എസ്രാ പുരോഹിതൻ ബാബിലോണിൽ ദൈവത്തിന്റെ സാക്ഷിയായി ജീവിക്കുകയാണെന്ന് ഓർക്കണം. അല്ലാതെ മുട്ടിനിടയിൽ തലയിട്ടുകൊണ്ടിരുന്ന കിന്നരങ്ങളെ അലരിവൃക്ഷങ്ങളിൽ മേൽ തൂക്കിയിട്ടിരുന്ന ഒരു മനുഷ്യനല്ല അദ്ദേഹം. He was a priest. ദൈവജനത്തിന്റെ മധ്യത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യനാണ് അദ്ദേഹം. പ്രിയപ്പെട്ട ദൈവജനമേ, എല്ലാ കാലഘട്ടത്തിലും ഏത് എതിർപ്പിലും ഏതെങ്കിലും പ്രയാസങ്ങളിലും ദൈവത്തിന്റെ നാമം മുറുകെ പിടിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. നമ്മൾ ഓർക്കണം. എസ്രാ പുരോഹിതൻ ആഹവ നദീ തീരത്ത് വന്നതിന് ശേഷം ആഹവ നദീ തീരത്ത് വെച്ച് ഇസ്രായേൽ മക്കളോട് അനുദപിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു എസ്രാ പുരോഹിതൻ നമുക്ക് കാണാൻ പറ്റും. ബാബിലോണിൽ ആഹവ നദിയുടെ തീരത്ത് വെച്ചുകൊണ്ട് എസ്രായുടെ പുസ്തകം നമ്മൾ വായിച്ചു പഠിക്കണം. ദൈവജനം നിലവിളിച്ചു എന്നവിടെ പറയുന്നുണ്ട്. അതായിരുന്നു എസ്രാ പുരോഹിതൻ. നെഹമ്യാവ് ശൂശൻ രാജധാനിയിലെ പാനപാത്രവാഹകനായിരുന്നു. നെഹമ്യാവ് എസ്തറിന്റെ ഒക്കെ കാലഘട്ടത്തിൽ നമുക്കറിയാം. എസ്തറിന്റെ കഥയൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട കഥകളാണ്. ശൂശൻ രാജധാനിയിലെ പാനപാത്രവാഹകനായിരുന്ന അർത്ഥവിശിഷ്ടാവ് രാജാവിന്റെ കാലഘട്ടത്തിലാണ് സ്വന്തം ജനം കഷ്ടപ്പെടുന്നു യെരൂശലേമിൽ എന്നതിനെ കുറിച്ച് ഓർച്ച് കരഞ്ഞത് നെഹമ്യാവ്. കരയുന്ന നെഹമ്യാവ് രാജാവിനോട് നേരിട്ട് പറഞ്ഞു, എന്റെ ജനം
അവർ കഷ്ടതയിലാണ്, വേദനയിലാണ്, എനിക്ക് അവരെ ഒന്ന് സന്ദർശിക്കണം എന്നാവശ്യപ്പെട്ട് രാജാവിനോട് അനുവാദം വാങ്ങിക്കൊണ്ട് യെരുശലേമിന്റെ ഗവർണറായി പോകുന്ന നെഹമ്യാവ്, പ്രിയപ്പെട്ടവരെ, കൊട്ടാരത്തിനുള്ളിൽ ദൈവനാമം ഉയർത്തുന്ന മനുഷ്യൻ, ഇവരൊക്കെ സിയോന്റെ ഗീതം അന്യദേശത്ത് പാടുന്നവരാണ്. നമുക്കറിയാം, നെഹമ്യാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് യഹൂദ ജനത കാണുമായിരുന്നില്ല. അറിയാമോ? നാം നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം വായിച്ചു നോക്കണം. അവിടെ നെഹമ്യാവ് നടത്തുന്ന ഒരു ശിക്ഷാ സമ്പ്രദായങ്ങളുണ്ട്. He took some stringent measures. ചില കഠിനമായ ശ്രമങ്ങൾ ഈ നെഹമ്യാവ് നടത്തുന്നുണ്ട് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ. ബാബിലോണിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ബാബിലോണ്യ ഭാഷ സംസാരിക്കുന്ന ജനങ്ങളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ അസ്തോദ്യ ഭാഷ സംസാരിക്കരുത്, എബ്രായ ഭാഷ മാത്രമേ സംസാരിക്കാവൂ എന്ന്. എബ്രായ ഭാഷ സംസാരിക്കാതെ അസ്തോദ്യ ഭാഷ സംസാരിച്ചവന്റെ മുടി പിഴുതെടുത്തു നെഹമ്യാവ്. എന്തിനു വേണ്ടിയാണ്? ഒരു സമൂഹത്തിന്റെ പ്യൂരിഫിക്കേഷൻ, ഇസ്രായേൽ മക്കളുടെ പ്യൂരിഫിക്കേഷൻ. എസ്രാ പുരോഹിതൻ പറഞ്ഞു, നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് ഇറ്റ്, അതെല്ലാം വിട്ടുകള, ഉപേക്ഷിക്ക, ഗിവ് അപ്പ്. ഇസ്രായേൽ മക്കൾ അവരുടെ ബ്ലഡ് മലിനമാകാൻ പാടില്ലായിരുന്നു. നെഹമ്യാവിനെ പോലെ, എസ്രായെ പോലെ സ്ട്രിഞ്ചൻ മെഷേഴ്സ് എടുത്തവർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നത്തെ ഇസ്രായേൽ മക്കൾ, എബ്രായർ, ഇന്നത്തെ യഹൂദ ജനത ഒരു രക്തവും മാലിന്യവും കലരാതെ ശുദ്ധ ബ്ലഡായിട്ട് ഇന്നും ജീവിക്കുന്നത്. ആ ഒരു സമൂഹം അല്ലെങ്കിൽ they would have been extinct from the society, from the world. ലോകത്ത് നിന്ന് അത് ഇല്ലാതായി പോകുമായിരുന്നു അങ്ങനെ ഒരു സമൂഹം. എസ്രായും നെഹമ്യാവും എടുത്ത സ്ട്രിഞ്ചൻ മെഷേഴ്സ് ആണ് ഇന്നത്തെ യഹൂദ ജനതയുടെ നിലനിൽപ്പിന് കാരണം. They sang the song in a foreign land. അവരെല്ലാം യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടിയവരാണ്. ഹഗായിയുടെ കഥ നമ്മൾ കേട്ടതാണ്. സഖരിയ പ്രവാചകനാണ് ദാര്യാവേശന്റെ കാലത്ത് എങ്കിലേക്ക് തിരുവീൻ എന്നുള്ള ആഹ്വാനം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നത്. സഖരിയ പ്രവാചകനാണ്. ആ സഖരിയ പ്രവാചകനിലൂടെയാണ് 9-ാം അധ്യായം വായിക്കുമ്പോൾ, ബിഹോൾഡ് thy king is coming, നിന്റെ രാജാവ് എഴുന്നള്ളുന്നു എന്ന് പറഞ്ഞ് മെശിഹായുടെ എഴുന്നള്ളത്തിനെ കുറിച്ചുള്ള ദീർഘ വീക്ഷണത്തോടു കൂടിയുള്ള പ്രവചനം ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ. thy king cometh, നിന്റെ രാജാവ് എഴുന്നള്ളുന്നു എന്ന മഹാപ്രസ്താവന, യേശുവിന്റെ അവതാരത്തെ കുറിച്ച്, രാജകീയമായ അവന്റെ വരവിനെ കുറിച്ച് പ്രവചിച്ച പ്രവാചകനാണ് സഖരിയ പ്രവാചകൻ. ഇവർക്കൊക്കെ പാടാൻ പറ്റി. ഇവർക്കൊക്കെ they all sang the song of Zion in a foreign land. ഇവരൊക്കെ അന്യദേശത്തെ യഹോവയുടെ ഗീതം പാടിയവരാണ്. അന്യദേശത്ത് പാടിയവരാണ്. സ്വന്തം ജീവിതത്തെ ബലികഴിച്ചുകൊണ്ട് പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും വാളിന്റെയും തടവിന്റെയും സിംഹക്കുഴിയുടെയും അഗ്നികുണ്ഡത്തിന്റെയും മുമ്പിൽ നിന്നുകൊണ്ട് എന്റെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയവരാണ് ഇവരൊക്കെ. അതിന്റെ മധ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് കുറെ കൂട്ടർ പറയുന്നത്, ഹൗ ക്യാൻ വി സിംഗ് ദ ലോർഡ് സോങ് ഇൻ എ ഫോറിൻ ലാൻഡ്? പാടാൻ കഴിവുള്ളവർ ഇവിടെയുണ്ട്, പാടുന്നവർ ഇവിടെയുണ്ട്. അവർ പാടും, ഇന്ന് പാടും, നാളെ പാടും, പാടിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു തലമുറ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടെന്ന് ഓർക്കണം. എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഡു യു സിംഗ് ദ ലോർഡ് സോങ് ഇൻ എ ഫോറിൻ ലാൻഡ്? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ദൈവത്തിന്റെ രക്ഷയുടെ സംഗീതം നിങ്ങൾ അന്യദേശത്ത് പാടും. നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ പ്രവാസ ഭൂമിയിൽ. എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും പ്രവാസികളാണല്ലോ. നിങ്ങളുടെ പ്രവാസ ഭൂമിയിൽ, ഈ അന്യദേശത്ത് നിങ്ങൾ കർത്താവിന്റെ രക്ഷണ്യ സംഗീതം ആലപിക്കും. ഞാൻ എൻ്റെ കർത്താവിന്റെ മകനാണ് എന്ന് പറയുന്നത് ഒരു സാക്ഷ്യമാണ്, അതൊരു സംഗീതമാണ്. എന്റെ കർത്താവ് എന്നെ രക്ഷിച്ചു, എന്റെ യേശു എന്നെ രക്ഷിച്ചു, അവന്റെ പുണ്യാഹ രക്തത്താൽ അവൻ എന്നെ വീണ്ടെടുത്തു, ശുദ്ധീകരിച്ചു എന്ന് പറയുന്നത്, സാക്ഷിക്കുന്നത് ഒരു സംഗീതമാണ്. ആ പാട്ട് പാടുവാൻ നിങ്ങൾക്ക് കഴിയും. അമേസിംഗ് ഗ്രേസ്,
ഈ അത്ഭുതകരമായ കൃപ അനുഭവിച്ചവരാണ് നമ്മളൊക്കെ. നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്ന് പൗലോസിന്റെ ഭാഷയിൽ. കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുന്നില്ലെങ്കിൽ, സുവിശേഷം പറയുന്നില്ലെങ്കിൽ, രക്ഷയുടെ സംഗീതം ആലപിക്കുന്നില്ലെങ്കിൽ, സാക്ഷ്യം പറയുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. നമുക്ക് ബാബിലോണിന്റെ തീരങ്ങളിലേക്ക്, ആഹവ നദിയുടെ തീരത്തേക്ക്, ഹിദ്ദക്കൽ നദിയുടെ തീരത്തേക്ക്, കേബാർ നദിയുടെ തീരത്തേക്ക് ഒന്ന് തിരിയാം. അവിടെ പണിയെടുക്കുന്ന എസെക്കിയേലിനെ നമുക്കൊന്ന് കാണാം. ജനം കേൾക്കുന്നില്ലെങ്കിലും പിന്നെയും പിന്നെയും ദൈവത്തിന്റെ വചനം സംസാരിച്ചുകൊണ്ടേ ബാബിലോണിൽ കഴിയുന്ന എസെക്കിയേലിനെ നമുക്കൊന്ന് കാണാം. അവരെ ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഹഗായിയെ കുറിച്ച് നമുക്ക് നോക്കാം. സിംഹക്കുഴിയെ ഭയപ്പെടാതെ ദൈവത്തെ ആരാധിക്കുന്ന ദാനിയേലിനെ നമുക്ക് കാണാം. അഗ്നികുണ്ഡത്തെ ഭയപ്പെടാതെ ദൈവത്തെ ആരാധിക്കുന്ന ദാനിയേലിനെ നമുക്ക് കാണാം. ഹനന്യാവിനെയും മീശായേലിനെയും അസറിയാവിനെയും ഞങ്ങളുടെ ദൈവം വിടുവിച്ചില്ല എങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കില്ല എന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ ദൈവത്തെ ഉയർത്തിയ ഹനന്യാവിന്, ആ വീരരായ 3 ചെറുപ്പക്കാർ എന്നെ എപ്പോഴും ആവേശം കൊള്ളിക്കുന്നവരാണ്. ദൂരാസമഭൂമിയിലെ അതുല്യമായ സാക്ഷ്യത്തിന്റെ ഉടമകൾ, ദൂരാസമഭൂമിയിലെ അതുല്യമായ സാക്ഷ്യത്തിന്റെ ഉടമകൾ. നമുക്ക് ആ ചലഞ്ചസ് ഏറ്റെടുക്കുവാൻ പറ്റും. Would you sing? Would you sing the Lord's song in a foreign land? നിങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുമോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.